നമ്മുടെ ഗേറ്റ് വെക്കാനായിട്ടുള്ള സാധനങ്ങളും ഒക്കെ ആയിട്ട് വണ്ടി വരുന്നുണ്ട്. അല്ലിക്കുട്ടൻ്റെ അതെല്ലാം കണ്ടോണ്ടിരിക്കുവാണ്. ഇനിയിപ്പോ അവന് തീരെ ഇഷ്ടപ്പെടുന്നില്ല വണ്ടി വന്നത്. അവൻ്റെ കുരയ്ക്കാനായിട്ട് തുടങ്ങി. നമ്മുടെ വീട്ടിലേക്കൊക്കെ ആരെങ്കിലും കയറി വന്നാൽ അവന് തീരെ ഇഷ്ടമല്ല. അവന് ഞങ്ങളും അവനും മാത്രം മതി എന്നുള്ളതാണ്. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ അവരെയെല്ലാം പേടിപ്പിക്കും. എന്നാലും ചേട്ടൻ വന്നതേ അല്ലിക്കുട്ടനായിട്ടാണ് നോക്കുന്നത്. അവൻ്റെ പേടിപ്പീര് കണ്ടിട്ട് ചേട്ടന് ചിരി വരുവാണ്. ചേട്ടൻ്റെ വീട്ടിലാണെങ്കിൽ 5 ഡോഗുണ്ട്. അതുകൊണ്ട് ചേട്ടന് ഇവരെ ഒന്നും വലിയ പേടിയൊന്നുമില്ല. ചേട്ടൻ ഇതെല്ലാം എത്ര കണ്ടിരിക്കുന്നത്. പിന്നെ ആ ചേട്ടൻ നോക്കിയപ്പോഴത്തേക്കിന് അല്ലിക്കുട്ടൻ്റെ കണ്ണിൻ്റെ മുകളിലായിട്ട് 2 കറുത്ത പാടുണ്ടെന്ന് പറഞ്ഞു, 2 കണ്ണിൻ്റെ മുകളിലായിട്ട്. അപ്പോഴത്തേക്കിനും ഞങ്ങളത് കണ്ടതായിരുന്നു. അത് ചുമ്മാ ഒരു പാടായിരിക്കുമെന്ന് ഓർത്ത്. അപ്പം ആ ചേട്ടൻ പറഞ്ഞു അങ്ങനെ അവിടെ വല്ല ചെള്ളൊക്കെ പോലെ എന്തോ ഒരു ജീവി എന്തോ കടിച്ചിരിക്കും, അങ്ങനെയുള്ളപ്പോൾ അങ്ങനെ വരുമെന്ന് പറഞ്ഞ് അച്ഛയോടൊന്ന് ചിരണ്ടി നോക്കാൻ പറഞ്ഞ്. അച്ഛൻ നേരം അത് ചിരണ്ടി നോക്കിയിട്ട് ചെള്ളൊന്നും കണ്ടില്ല. അപ്പം ആ ചേട്ടൻ പറഞ്ഞ് ഇങ്ങനെ അവരുടെ ശരീരത്തിൽ ഒരു പേനൊക്കെ പോലത്തെ എന്തോ ഒരു ജീവിയൊക്കെ ഇങ്ങനെ വന്ന് കടിച്ചിരിക്കും, അപ്പം ഇങ്ങനെ കറുത്ത നിറമൊക്കെ വരുമെന്ന് പറഞ്ഞ്. പിന്നെ ചെവിയുടെ പുറകിലും ഇങ്ങനത്തെ പാടുകളൊക്കെ വല്ലതും കാണുവാണെങ്കിൽ ശ്രദ്ധിച്ചോണെന്ന് പറഞ്ഞ്. അപ്പം നമുക്കിങ്ങനെ അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ അവരൊക്കെ പറഞ്ഞു തരുമ്പോഴത്തേക്ക് നമുക്കും ഒരു സന്തോഷമുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് അല്ലിക്കുട്ടിനെ തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അവൻ ആ ചേട്ടനത്തെ പേടിപ്പിക്കുക. അതൊക്കെ കഴിഞ്ഞ് അവർ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം ഇറക്കി വെക്കാനായിട്ട് അങ്ങോട്ട് പോയി. അപ്പോഴും അവരുടെ വീട്ടിലെ ഡോഗിന്റെ കാര്യമൊക്കെ എന്നോട് പറയുക. ഞാൻ ഓരോന്നും വിശദമായിട്ടെല്ലാം ചോദിച്ചു മനസ്സിലാക്കുമായിരുന്നു. ഇതെല്ലാം കണ്ടും കേട്ടും സിറ്റൗട്ടിൽ വലിച്ച ഇരിപ്പുണ്ട്. അല്ലിക്കുട്ടൻ ആ സൈഡിൽ മാറി ഇരിപ്പുണ്ട്. അവരുടെ ആദ്യത്തെ ആ ബഹളം എല്ലാം കഴിഞ്ഞിപ്പോ ശാന്തനായിട്ട് അവിടെ ഇരിക്കുക. ഗേറ്റിന് വെക്കാനുള്ള എന്തോ കൊളുത്തൊക്കെ ആണെന്ന് തോന്നുന്നു. ഒരു ബോക്സ് കാത്തൂന്റെയിലോട്ട് അച്ഛൻ കൊടുക്കുക. കാത്തൂനാണ് ഇതൊക്കെ ചെന്ന് മേടിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അവൾ ഉദ്ദേശിച്ചതിനെ കഴിഞ്ഞും കൂടുതൽ വെയിറ്റ് ഉണ്ട്. അതാ അവളങ്ങനെ ചിരിച്ചുകൊണ്ട് വരുന്നത്. അല്ലിക്കുട്ടൻ എത്ര മര്യാദക്കാരനായിട്ട് അവിടെ ഇരിക്കുന്നേന്ന് നോക്കിയേ. ഇതുപോലെ ഒരു മിടുക്കൻ ചെറുക്കൻ ഈ നീണ്ടൂർ പഞ്ചായത്തിലുണ്ടോന്ന് സംശയം. അതുപോലെയല്ലേ അവന്റെ ഇരിപ്പ്. എന്തായാലും ഇത്രയും നേരം മര്യാദക്കാരനായിട്ടൊക്കെ ഇരുന്നതല്ലേ, എന്നാ പിന്നെ പോകുമ്പോ ആ ചേട്ടനെ ഒന്ന് പേടിപ്പിച്ചു വിട്ടേക്കാന്ന് അവൻ വിചാരിച്ച്. ഇനി ഈ വഴിക്ക് കണ്ടുപോകല്ലെന്നാന്ന് തോന്നുന്നു അവൻ പറയുന്നത്. പിറ്റേന്ന് ഗേറ്റിന്റെ പണിക്ക് ആൾക്കാർ വന്നപ്പോഴത്തേക്കിന് അല്ലിക്കുട്ടൻ ജനലിക്കടയൊക്കെ നോക്കി നിൽക്കുക. ചേട്ടന്മാര് പണിയുന്നതെല്ലാം കണ്ട്. അവർക്ക് അവിടെ ഇരുന്ന് പണിയാൻ വേണ്ടിയിട്ട് അവിടെയുള്ള സാധനങ്ങളെല്ലാം ഒഴിവാക്കിയപ്പോഴത്തേക്കിന് കുറച്ച് ആക്രി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം അല്ലിക്കുട്ടന്റെ കൂടിനകത്ത് എടുത്ത് വെച്ചിരിക്കുക. ഇപ്പോഴാ അല്ലിക്കുട്ടന്റെ കൂടും കൊണ്ടൊരു പ്രയോജനം ഉണ്ടായത്. പിന്നെ പണിയുടെ മേൽനോട്ടമൊക്കെ വഹിച്ചത് അല്ലു മുതലാളി അവിടെ വന്നിരിപ്പുണ്ട്. അവരൊക്കെ പണിയുന്നുണ്ടോന്നൊക്കെ നോക്കാനാണെന്ന് തോന്നുന്നു. പിന്നെ കുറച്ച് ഗ്യാപ്പൊക്കെ ഇടണമെന്നാന്ന് തോന്നുന്നു പറയുന്നത്. അവൻ ഇടയ്ക്കൊന്ന് വെളിയിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങണേ, ഇടവഴിയൊക്കെ ഒന്ന് ഇറങ്ങാവല്ലോ. അതൊക്കെ ആയിരിക്കും അവൻ അവരോട് പറയുന്നത്. ഇത് ഇവിടുത്തെ അച്ഛന്റെ പെങ്ങളുടെ മകനാണ് അഭിലാഷ്. അഭിലാഷാണ് നമുക്ക് അല്ലിക്കുട്ടനെ വാങ്ങിച്ചു തന്നത്. അപ്പത്തെ അല്ലിക്കുട്ടൻ അഭിലാഷിനെയും പേടിപ്പിച്ചുകൊണ്ടിരിക്കുക. അവൻ അഭിലാഷിനെ കണ്ടിട്ട് ആലുവാമപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും കാണിക്കുന്നില്ല. പിന്നത്തെ പണിക്കാര് പോയപ്പം പണിക്കാരെയും പേടിപ്പിക്കുക. അവനാണെങ്കിൽ എല്ലാരെയും ഒന്ന് വിരട്ടി വിട്ടാലേ ഉള്ളൂ ഒരു സമാധാനമാവുള്ളൂ. അങ്ങനെ നമ്മുടെ ഗേറ്റിന്റെ പണിയൊക്കെ പൂർത്തിയായി. ഞാൻ അല്ലിക്കുട്ടനെ വെറുതെ ഒന്ന് മുറ്റത്തേക്ക് ഇറക്കി നോക്കിയതാ അവൻ എന്നാ ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി. അവനപ്പോൾ ഇറങ്ങി ചെന്നത് ഒരു കുഞ്ഞു ബട്ടർഫ്ലൈ അതിലെ പറക്കുന്നു. അപ്പോൾ അവൻ അതിന്റെ പുറകെ ആദ്യം ഒന്ന് ഓടി. പിന്നെ അവൻ അതിലെ ഇറങ്ങാവുന്നൊന്ന് നോക്കുന്നുണ്ട്. പക്ഷെ അത് പറ്റാഞ്ഞിട്ട് അവൻ തിരിച്ചു പോവുക. ഇനി എന്താ ഒരു വഴി ഇങ്ങനെ ആലോചിച്ച് നിന്നപ്പോഴത്തേക്കിനാണ് ഒരു ചെറിയ ഗ്യാപ്പ് ഇവിടെ കാണുന്നത്. അപ്പൊ അന്ന് അതിലെ ഒന്ന് പോയേക്കാന്ന് ഓർത്തോണ്ട് അവൻ തിരിച്ചു വന്നിട്ട് ഇറങ്ങാൻ നോക്കുക. അവിടെയൊക്കെ ഒന്ന് മാന്തി നോക്കുക അതിലെ ഇറങ്ങാൻ പറ്റുന്നുണ്ടോന്ന്. രക്ഷയില്ല. ഇനി എന്നാ ചെയ്യുമെന്ന് അവൻ ആലോചിക്കുന്നത്. ഇന്നത്തെ ഏതൊക്കെയാലും ഇതിലെ ഇറങ്ങാൻ പറ്റുമെന്ന് അവന് തോന്നുന്നില്ല. അവൻ പരിശ്രമിക്കുന്നുണ്ട്. ഇനി തിരിച്ചു പോയേക്കും അവൻ. ഒരു വഴി അടഞ്ഞാൽ വേറെ 9 വഴികൾ തുറക്കുമെന്ന് പറയുന്നത് പോലെ അല്ലിക്കുട്ടനായിട്ട് വേറെ വഴികളൊക്കെ ഇവിടെ തുറന്നു കിടപ്പുണ്ട്. അതിലേക്ക് വേണേ അവന് പോകാം. പിന്നത്തെ ചേച്ചി കോളേജിൽ നിന്ന് വന്നപ്പോഴത്തേക്കിന് അല്ലിക്കുട്ടൻ ഇറങ്ങി ഓടി ചെല്ലുക. കുറെ നാളുകൾ കൂടിയാ ഇങ്ങനെയൊന്ന് ഓടി ചെല്ലുന്നത്. നേരത്തെയൊക്കെ അച്ഛയും ചേച്ചിമാരും ഒക്കെ വരുന്നത് നോക്കി സിറ്റൗട്ടിൽ ഇരിക്കുമായിരുന്നു. എന്നിട്ട് അവര് വരുമ്പോഴത്തേക്കിന് ഇങ്ങനെ ഓടി ചെല്ലുവോ, ഇങ്ങനെ ഓട്ടവും ചാട്ടവും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പം കുറെ നാളുകൾ കൂടിയാ അല്ലിക്കുട്ടൻ ഇന്നന്ന് ഓടുന്നത്. ചേച്ചിമാര് വരുമ്പോഴത്തേക്കിന് അവരെ കാണുന്ന സന്തോഷത്തിന് അവനിങ്ങനെ കുറെ നേരം ഓടും. നേരത്തെയൊക്കെ ആണെങ്കിൽ മുറ്റത്തൂടെ മാത്രം ഓടുള്ളായിരുന്നു. ഇപ്പൊ അവനിറങ്ങി വഴിയിലേക്കും കൂടെയാ ഓടുന്നത്.
പിന്നെ ഗേറ്റ് വെച്ചെന്ന് പറഞ്ഞാലും നമുക്ക് ലീഷ് ഇടിപ്പിക്കാതെ അല്ലിക്കുട്ടനെ വെളിയിലേക്കൊക്കെ ഇറക്കാൻ പറ്റത്തില്ല. എല്ലാവരും പറയുന്നുണ്ട് അല്ലിക്കുട്ടനെ ലീഷ് ഇടിപ്പിക്കണ്ട, അവനെ കൂട്ടിലിടരുത്, അങ്ങനെയൊക്കെ ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്. അതൊക്കെ അവനോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ നമുക്ക് അവനെ കുറച്ചു നാളും കൂടിയൊക്കെ നമുക്ക് ഇങ്ങനെ ലീഷ് ഇടിപ്പിച്ചേ നടത്താൻ പറ്റുള്ളൂ. നമുക്ക് ചുറ്റുമതിലില്ലാത്തത് കൊണ്ട് അവൻ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഒക്കെ ഇറങ്ങിയൊക്കെ പോകും. അവനാണ് ഭയങ്കര സ്പീഡിലാണ് അവൻ ഓടുന്നത്. നമുക്ക് അവനെ പിടിച്ചാൽ കിട്ടത്തില്ല. നമ്മൾ അവനെ ഒന്ന് പിടിക്കാൻ ശ്രമിച്ചെന്നാ അവൻ നമ്മളെ കളിപ്പിക്കുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കടന്ന് ഓടും. നമുക്ക് പിന്നെ ഒരു തരത്തിലും അവനെ നമ്മളെ തൊട്ടടുത്ത് വന്നാൽ പോലും നമുക്ക് അവനെ പിടിക്കാൻ പറ്റത്തില്ല. അപ്പൊ ലീഷ് ഉണ്ടെങ്കിൽ നമുക്ക് അവന്റെ ലീഷ ഒന്ന് ചവിട്ടിയേലും പിടിച്ച് അവനെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ. പിന്നെ ഗേറ്റ് വെച്ചത് കൊണ്ട് അവൻ വണ്ടി വരുന്ന വഴിയിലേക്ക് പോകുന്നത് നമുക്കൊന്ന് തടയാം. അങ്ങനെ ഒരു പ്രയോജനമാണ് നമുക്ക് ഈ ഗേറ്റും കൊണ്ടുള്ളത്. നിങ്ങളിടുന്ന ഓരോ കമന്റ്സും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങളിടുന്ന കമന്റുകളൊന്നും ഞാൻ നെഗറ്റീവായിട്ട് എടുക്കാറില്ല. നിങ്ങൾ പറഞ്ഞു തരുന്ന ഓരോ ചെറിയ കാര്യങ്ങൾ പോലും ഞാനത് സന്തോഷത്തോടു കൂടിയാണ് കേട്ടോ സ്വീകരിക്കുന്നത്. എനിക്ക് ഇവനെയൊന്നും വളർത്തിയൊന്നും എനിക്ക് നല്ല പരിചയമുള്ളതല്ല. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു ഡോഗിനെ വളർത്തുന്നത്. ഞങ്ങൾ ആകെ 4 മാസേ ആയുള്ളൂ വാങ്ങിച്ചിട്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾക്കത് ഇഷ്ടമാണ്. തെറ്റുകളൊക്കെ ഉള്ളതെല്ലാം നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് തന്നെ എനിക്കിഷ്ടം. അല്ലാതെ നിങ്ങളത് പറയാതിരുന്നാലാണ് നമുക്കത് വിഷമാകുന്നത്. അപ്പൊ ഇതൊക്കെയാണ് അല്ലിക്കുട്ടന്റെ ഇന്നത്തെ വിശേഷങ്ങള്. ഇനി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും വരാം.